CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള മിക്കാൽ സ്റ്റെയറെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ മിക്കാൽ സ്റ്റെയറോടൊപ്പം ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പരിശീലകനും കൂടാതെ തന്നെ സെറ്റ് പീസ് പരിശീലകരെയും ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനെ കുറിച്ചുള്ള അപ്ഡേറ്റും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തകളുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട വരെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് റീലും കഴിഞ്ഞ ദിവസം മഞ്ഞപ്പട ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇന്നൊരു മീറ്റിംഗ് നടക്കുകയും അതിൽ നിന്ന് തന്നെ തീരുമാനിച്ച ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നിലവിലെ പരിശീലകനായിട്ടുള്ള മിക്കാൽ സ്റ്റെയറെ പുറത്താക്കാം എന്നുള്ള കാര്യം. കാരണം അദ്ദേഹത്തിന് ഈ ഒരു ക്ലബിൽ വലിയ രീതിയിലുള്ള ടാക്ടിക്സും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി അദ്ദേഹത്തെ മാത്രമെന്ന് നമുക്ക് കുറ്റം പറയാനും സാധിക്കുകയില്ല. കാരണം അദ്ദേഹത്തിന് നല്ല രീതിയിൽ കളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊത്ത താരങ്ങളെ സൈൻ ചെയ്യുകയും വേണം. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തും നല്ല രീതിയിലുള്ള മിസ്റ്റേക്ക് ഉണ്ട്. ഏതായാലും എനിവേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തന്നെ ഒഫീഷ്യൽ ആയിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു പരിശീലകനെ പുറത്താക്കിയ വിവരം. ഇനി ഏതായാലും എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുന്നത് ഇവാൻ വുക്കോമാനോവിച്ച് ആയിരിക്കുമോ അടുത്ത പരിശീലകൻ എന്നുള്ളതാണ്. ഏതായാലും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മൊർഗുലോ ഒരു ട്വീറ്റ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഏതായാലും മാർക്കസിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകരുടെ ചുരുക്ക പട്ടികയിൽ അഥവാ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഇവാൻ വുക്കോമാനോവിച്ച് അതിലില്ല എന്നാണ്. കൂടാതെ തന്നെ ഡെസ് ബെക്കിംഗ്ഹാം എന്ന പരിശീലകനും ഇതിലില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ പ്രചരിക്കുന്നത് ഡെസ് ബെക്കിംഗ്ഹാമും അല്ലെങ്കിൽ ഇവാൻ വുക്കോമാനോവിച്ച് ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ എന്നാണ്. പക്ഷെ അത് തെറ്റാണ് എന്നാണ് മാർക്കസ് മൊർഗുലോ ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണ് ഇവാൻ വുക്കോമാനോവിച്ചോ അല്ലെങ്കിൽ ഡെസ് ബെക്കിംഗ്ഹാമോ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി ചുമതല ഏറ്റെടുക്കില്ല എന്നുള്ളത്. ഏതായാലും നമുക്കറിയാം നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പരിശീലകനെയൊക്കെ പുറത്താക്കിയതാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ ഒരു പരിശീലകന്റെ കാലാവധി അഥവാ കരാർ അവസാനിക്കാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പരിശീലകന്മാരെയൊക്കെ പുറത്താക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നല്ല രീതിയിലൊരു നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കേണ്ടി വരും. ഏതായാലും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പറയുന്ന റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകൻ മിക്കാൽ സ്റ്റെയറേക്കും സംഘത്തിനും അവരുടെ കരാർ അവസാനിക്കുന്നതിന് മുമ്പായി പുറത്താക്കിയത് കൊണ്ട് തന്നെ 4 കോടിയോളം നഷ്ടപരിഹാരമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മാനേജ്മെന്റ് കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് മാനേജ്മെന്റിനെ തന്നെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ വേണ്ടത്ര കളിപ്പിക്കേണ്ട താരങ്ങളെ ഒന്നും ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ജീക്സൺ സിങ്ങിനെ പുറത്താക്കിയതിനു ശേഷം അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ കൂടാതെ തന്നെ മാർക്കോ ലെസ്കോവിച്ച് പോയപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ അഥവാ ഒരു ഒത്ത പകരക്കാരനെ ഇതുവരെയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിച്ചിട്ടില്ല. ഏതായാലും ഈ ഒരു ഫോറിൻ പ്ലേയേഴ്സിനൊക്കെ കൊണ്ടുവരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കാരോലിസ് കിൻഡീസ് ആണ്. ഏതായാലും അദ്ദേഹത്തോടനുബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പൂർണ്ണമായ നവീകരണത്തിന് പദ്ധതി ഇടുകയാണ്. അഥവാ ക്ലബ്ബ് മൊത്തമായിട്ടൊന്ന് അയച്ചു പണിയാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത തീരുമാനം എന്നുള്ളത്. ഏതായാലും ഈ ഒരു നവീകരണത്തെ തുടർന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ എസ്ഡി ആയിട്ടുള്ള കാരോലിസ് കിൻഡീസിനെയും പുറത്താക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു താങ്ക് യു പോസ്റ്ററും ചിലപ്പോൾ നമ്മൾ കണ്ടേക്കാം. പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ISL കണ്ടതിൽ വെച്ച് ഏറ്റവും സൂപ്പർ താരങ്ങളെല്ലാം തന്നെ സൈൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു എസ്ഡി ആണ് അദ്ദേഹം. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുകയാണെങ്കിൽ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രോസ് ഡയമൻഡോഗോസ് കൂടാതെ തന്നെ പെരേര ഡേസ് എന്ന ഒരു സൂപ്പർ താരം അവരെ എല്ലാവരെയും തന്നെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു എസ്ഡി ആയിരുന്നു. ഏതായാലും അദ്ദേഹത്തെ പുറത്താക്കുന്നതിൽ എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് പുതിയൊരു കോച്ചിനെ കുറിച്ചാണ്. നമുക്കറിയാം സ്റ്റെയറെ പുറത്താക്കിയതിന് പിന്നാലെ എന്തായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു മെയിൻ പരിശീലകൻ വേണം. ഏതായാലും ഇതിനോടനുബന്ധിച്ചുള്ള റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ പുതിയ നിയമം അഥവാ പുതിയൊരു നിയമനം സ്ഥിരീകരിക്കുന്നതിന് വരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ റിസർച്ച് ടീം ഹെഡ് കോച്ചും കൂടാതെ തന്നെ ഡെവലപ്മെന്റിന്റെ തലവനുമായിട്ടുള്ള തോമസ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഹെഡ് കോച്ചായിട്ട് നേതൃത്വം വഹിക്കുക. അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരു അസിസ്റ്റന്റ് കോച്ച് ആയിക്കൊണ്ട് പുരുഷോത്തമനും ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇരുവരും റിസർച്ച് ടീമിന്റെ പരിശീലകന്മാരാണ്. ഏതായാലും അവർ ഇനി മെയിൻ ടീമിനെ ആയിരിക്കും പരിശീലിപ്പിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു പുതിയ പരിശീലനം വരുന്നവരെ ഇവർ തന്നെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന്മാരായിട്ടുണ്ടാവുക. ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവാൻ വുക്കോമാനോവിച്ചിനെ കൊണ്ടുവരണമായിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കൂടാതെ തന്നെ ഈ ഒരു അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.